നമസ്കാരം, ഞാൻ മുബാറക്കാണ് ദൃശ്യ. ഞാൻ ഈ വീഡിയോയിൽ വരാനുണ്ടായ ഒരു കാരണം മറ്റൊന്നുമല്ല. എനിക്ക് കാസർഗോഡ് RT ഓഫീസിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു. അതായത് നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരികയാണ്. ഞാൻ ഒരു ആക്റ്റീവ വണ്ടി 15 വർഷം കഴിഞ്ഞ ഒരു ആക്റ്റീവ വണ്ടി എറണാകുളത്ത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടോട് വാങ്ങുകയുണ്ടായി. അത് ഞാൻ അവിടുന്ന് തന്നെ എല്ലാ അക്ഷയൊന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ ഉപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവിടെ പൈസയൊക്കെ അടിച്ച് ഫീസൊക്കെ അടിച്ച് അതിൻ്റെ പേപ്പർ ഇങ്ങോട്ട് എനിക്ക് അയച്ചു തന്നു. ഞാൻ ഈ പേപ്പർ RTOയിൽ കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ RTOയിൽ അത് കൊടുത്തപ്പോൾ അവരിത് ആക്ടിവേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്തുള്ള അക്ഷയയിൽ അത് ആക്ടിവേഷൻ ചെയ്യാൻ കൊടുത്തു. അന്നേരം പറഞ്ഞതെന്ന് പറഞ്ഞാൽ സൈറ്റില്ല, 3 ദിവസം സൈറ്റില്ല. ഈ 3 ദിവസം ഞാൻ അവിടെ പോയി തിരിച്ചു വന്നു. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഈ ആക്ടിവേഷൻ ചെയ്ത ആൾ പറഞ്ഞ് RTOയിൽ കൊടുത്തപ്പോൾ അവർ വാങ്ങി വെച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇന്നും സൈറ്റില്ല, നിങ്ങൾ നമ്പർ തരും, ഞങ്ങൾ വിളിക്കാം. അങ്ങനെ ഇതാണ് കൊടുത്തിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇതിന് ഫൈനായിട്ടുണ്ട്, 3 മാസമായി പോയിട്ടുണ്ട്, അതിനൊരു 100 രൂപ ഫൈൻ അടക്കണമെന്ന് പറഞ്ഞു. ശരി, ഞാനത് അടക്കാം. പിന്നെ പറഞ്ഞവർ നിങ്ങളുടെ ആധാർ കാർഡ് വേണം. ആദ്യം ഇത് കൊടുക്കുമ്പോൾ ഒന്നും പറഞ്ഞില്ല, ആധാർ കാർഡ് വേണമെന്ന് പറഞ്ഞു. ഓക്കെ, അതൊക്കെ കൊണ്ട് ഞാൻ വീണ്ടും പോയപ്പോൾ അവർ ആധാർ കാർഡ് ഇത് വെച്ച് കൊടുക്കുമ്പോൾ അവർ എന്നോട് പറഞ്ഞു, ഇത് പോരാ, ഇതിന് 200 രൂപ ഫൈനായിട്ടുണ്ട്, പിന്നെ 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ വേണം, അതൊക്കെ വാങ്ങി അത് ഈ സ്റ്റാമ്പ് പേപ്പറിൽ ഫില്ലപ്പ് ചെയ്യണം. എന്നിട്ട് ഞാൻ ഏകദേശം 15 ദിവസത്തോളം പോയിട്ട് ഓരോ കാര്യങ്ങളാണ് ഇവർ എന്നോട് പറഞ്ഞു തന്നത്. ഇത് മൊത്തം ആദ്യം കൊടുക്കുമ്പോൾ തന്നെ ഇന്ന കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ അവിടെ ഒരുപാട് ഏജന്റുമാരെ സ്വീകരിക്കുന്ന സമയത്തവർക്ക് നമ്മൾ പോകുമ്പോൾ ഒരു അധികം പറ്റാകുന്നു. ഒരുപാട് ഈ ഡ്രൈവിംഗ് സ്കൂളുകാരും അവരെ മുതലാളിമാരൊക്കെ വന്ന് ഇവരായിട്ടുള്ള ഡീലിങ് നടത്തുന്ന അവർക്ക് പെട്ടെന്ന് ഇത് ചെയ്തു കൊടുക്കുക. നമ്മൾ ഡയറക്റ്റ് RTO ഓഫീസിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് താമസിപ്പിക്കുന്നു. കാരണം ഇത് മടുത്തു കഴിഞ്ഞാൽ അവർ നേരെ ഇത് ഏജൻസികൾ കയ്യിൽ കൊടുക്കുക, അതാണ് അവരുടെ ചിന്താഗതി. ഇത് ഗണേഷ് കുമാറാണ് ഇതൊക്കെ ചെയ്തതെന്നാണ് അവർ പറയുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പണ്ട് കാലങ്ങളിൽ ഈ ഓൺലൈനിൽ ഇല്ലാത്ത സമയത്ത് ഇത് നമുക്ക് RTOയിൽ അവിടുന്ന് കൊടുത്താൽ നേരെ നമ്മൾ വീട്ടിലാക്കി കിട്ടും. കാരണം നിങ്ങൾ നോക്കുക, എറണാകുളം ജില്ലയിൽ നിന്ന് കാസർഗോഡ് ജില്ലയിലേക്ക്, ഇത് കേരളത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്, അല്ല വേറൊരു സ്റ്റേറ്റിൽ നിന്ന് ചേഞ്ച് ആകുന്ന ഇത്രയും ബുദ്ധിമുട്ടിക്കണം. ഈ പ്രായമുള്ളവരൊക്കെ പോയി ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയാണ് ഈ RTO ഓഫീസിൽ നിന്ന്. ഗണേഷ് കുമാർ ഇത് കണ്ടാൽ ശരിക്കും ഇതിൽ നിന്നൊക്കെ ഞങ്ങളെ ഒന്ന് മോചിപ്പിക്കണം. നമുക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലും ഈ പഴയ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ ആരെങ്കിലും കഴിവില്ലാത്തവരൊക്കെ എടുക്കുകയാണ്, അവർക്ക് വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് ഈ മന്ത്രി ഗണേഷ് കുമാറിനോട് നമുക്ക് പറയാനുണ്ട്. അത് തീർച്ചയായിട്ടും ഗണേഷ് കുമാർ അത് ഒരു സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. വളരെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചാണ് നമുക്ക് ഇതൊക്കെ ചെയ്തു തരുന്നത്. ഇത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങൾ എല്ലാവർക്കും ഇത് അറിയിക്കണം. ഓക്കെ.